നീറ്റ് UGC പരീക്ഷാ ക്രമക്കേട് ആരോപണത്തിൽ രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണം കേരളത്തിലേക്ക്. ചുരു സ്വദേശിയായ കേരളത്തിലെ MBBS വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് NTA അറിയിച്ചു. ഈ മാസം 3-നാണ് നീറ്റ് പരീക്ഷ നടന്നത്. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ ചോദ്യപേപ്പർ ചോർന്നു എന്നാണോ സംശയം? അതൊരു രാജസ്ഥാൻ സ്വദേശിയായ വിദ്യാർത്ഥിയാണ് സംശയിക്കുന്നത്. അതിൽ കേരളത്തിലേക്കും അന്വേഷണം ഉണ്ടോ? സ്മൃതി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കേരളത്തിലേക്കും ഇപ്പോൾ അന്വേഷണം അത് വ്യാപിപ്പിക്കുകയാണ്. രാജസ്ഥാനിൽ നീറ്റ് UG പരീക്ഷയുടെ പേപ്പർ, അത് ചോദ്യപേപ്പർ ക്രമക്കേട് നടന്നുവെന്ന് മെയ് 3-ാം തീയതി പരീക്ഷയ്ക്ക് ശേഷം മെയ് 4-ാം തീയതിയാണ് പോലീസിൽ പരാതി നൽകുന്നത്. അങ്ങനെ പിന്നാലെ പോലീസ് SOGയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുന്നു. SOG നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് കേരളത്തിൽ നിന്ന് മാതൃകാ ചോദ്യപേപ്പറുകൾ അത് രാജസ്ഥാനിന്റെ പല ഭാഗങ്ങളിലും വിതരണം നടത്തിയതായി. മാതൃകാ ചോദ്യപേപ്പർ എന്ന് പറയുമ്പോൾ അതിന്റെ കൈയെഴുത്ത് ചോദ്യപേപ്പറുകളായിരുന്നു. അതിനകത്ത് ഏതാണ്ട് 200-ലധികം ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ആ 200 ചോദ്യങ്ങളിൽ 140 ചോദ്യങ്ങളും ഒറിജിനൽ ആയിട്ടുള്ള പരീക്ഷ, യഥാർത്ഥ പരീക്ഷയിലെ ചോദ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള സംഭവം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുള്ളതായിട്ട് SOG വ്യക്തമാക്കി. SOG ഉടൻ തന്നെ ഈ വിവരം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ അന്വേഷണം നടത്തണം. മഹാരാഷ്ട്രയിലെയും ഒപ്പം തന്നെ സിക്കാറിലെയും 2 കോച്ചിങ് സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം. ഒപ്പം തന്നെ രാജസ്ഥാൻ ചുരു സ്വദേശിയായിട്ടുള്ള കേരളത്തിൽ MBBS പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ചോദ്യപേപ്പറുകൾ വ്യാപകമായി രാജസ്ഥാന്റെ പലയിടങ്ങളിലും എത്തിച്ചത് എന്നുള്ള SOGയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ ചുരു സ്വദേശിക്കായിട്ടുള്ള അന്വേഷണം അത് ഊർജിതമാക്കിയിട്ടുണ്ട്. കേരള പോലീസിനും ഇപ്പോൾ വിവരം കൈമാറിയിട്ടുണ്ട്. MBBS വിദ്യാർത്ഥി എവിടെയാണ്, ഏത് മെഡിക്കൽ കോളേജിലാണ് അടക്കം പഠിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ വിവരം കൈമാറണമെന്നാണ് കേരള പോലീസിന് NTA നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഏത് അന്വേഷണവും പരിശോധനകളും അതുണ്ടായിക്കോട്ടെ, നേരിടാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ NTA വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതാണോ, അത് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ അത് ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നു എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. പക്ഷേ 140 ചോദ്യപേപ്പറിലെ 140 ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള സെയിം ആയിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, അപ്പോൾ അന്വേഷണം കേരളത്തിലേക്ക് നടക്കുന്നു എന്നാണ് YS അഭിനന്ദാണ് റിപ്പോർട്ട് നൽകിയത്. കണ്ണൂർ ജില്ല